ദേവിക്കറിയാലോ ഏട്ടന്റെ ഇഷ്ടം എന്താണോ അതാണ് എന്റെ ഇഷ്ടമെന്ന്. ഏട്ടന്റെ ആഗ്രഹം നടക്കട്ടെ. പക്ഷെ വലിയ സ്ത്രീധനം ചോദിച്ചു വരുന്നവര് ഏട്ടനെ വിഷമിപ്പിക്കുവാണ്. ഏട്ടൻ ഒരിക്കലും സങ്കടപ്പെടരുത്. അത് മാത്രം മതി എനിക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? പുക കണ്ടു തുടങ്ങിയ? തുടങ്ങിയിട്ടേ ഉള്ളു മണി. ഇനി കേളികൊട്ട്, അടുത്തത് അരങ്ങുകളി. സ്ത്രീധനം ഉണ്ടാക്കാനുള്ള കാശിന് വേണ്ടി കാലുവെണ്ട നായെ പോലെ ഈ നാട് മുഴുവൻ അവന് ഓടണം. അല്ലെങ്കിൽ ഓടിക്കും ഞാൻ. എത്ര ഓടിയാലും രത്നയ്ക്ക് സ്ത്രീധനം കൊടുക്കാനുള്ള പണം അതവന് കിട്ടാൻ പോകുന്നില്ല. ചോദിച്ച സ്ത്രീധനം കിട്ടാതാകുമ്പോ രത്നയുടെ കല്യാണം മുടങ്ങും. ഗിരി, ശശിയേട്ടൻ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. മഴയത്ത് ചോട്ടിലെ മണ്ണെണ്ണ ഒലിച്ചുപോയി. ഇത്രയും വളർന്നല്ലേ, നശിച്ചു പോണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഒരു എക്സസൈസ് കൂടെ ആവുമല്ലോ. എന്തെങ്കിലും ഒരു ടെൻഷൻ പോലെ എന്തു പറ്റി? ശശിയേട്ടാ, എനിക്കൊരു 10 ലക്ഷം രൂപ പലിശയ്ക്ക് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചു തരാമോ? 10 ലക്ഷം രൂപയോ? എന്താ ഇത്ര അത്യാവശ്യം? എന്തിനാണ് ഗിരി ഇത്രയും രൂപ? ശശിയേട്ടാ, അത് പിന്നെ വീട്ടിൽ കല്യാണം നടക്കാൻ പോവല്ലേ, അതിന്റെ ഭാഗമായിട്ട് വീട് മോടി പിടിപ്പിക്കാനായിരിക്കും. അതോ ഇനി കട മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? അതിനൊന്നുമല്ല. പിന്നെ ശശിയേട്ടാ, നിങ്ങളോടായോണ്ട് പറയാലോ, രത്നയ്ക്ക് സ്ത്രീധനം കൊടുക്കാൻ. അപ്പൊ അവര് സ്ത്രീധനം ചോദിച്ചു അല്ലേ? എത്രയാ ചോദിച്ചത്? 25 പവനും 10 ലക്ഷം രൂപയും കുറഞ്ഞത് കൊടുക്കണം. നിനക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. അതിന് കാരണക്കാരൻ നീ തന്നെയാ. സ്ത്രീധനമായിട്ട് എന്ത് ചോദിച്ചാലും ഗിരി തരുമെന്ന് അന്ന് പപ്പേട്ടൻ പറഞ്ഞപ്പോ അത് നീ എന്തിനാ തലവലിക്ക് സമ്മതിച്ചത്? നിനക്ക് എന്താണോ സ്ത്രീധനമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നത് അത് നീ വ്യക്തമായിട്ട് പറയണമായിരുന്നു. പപ്പേട്ടന്റെ ആ വാചകം എല്ലാ കുഴപ്പവും ഉണ്ടാക്കിയത്. അമ്മാവനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. രത്നയുടെ കാര്യത്തിൽ ഞാൻ ഒരു കുറവും വരുത്തില്ലെന്ന് അമ്മാവന് നന്നായിട്ടറിയാം. അതാ അമ്മാവൻ അങ്ങനെ പറഞ്ഞത്. ശരി, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. 10-25 പവനും 10 ലക്ഷം രൂപയും അതത്ര നിസ്സാരമല്ലല്ലോ ഗിരി. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് വിഷമം തോന്നരുത്. കടം വാങ്ങി കല്യാണം നടത്തുന്നതിനേക്കാൾ നല്ലത് ഉള്ളത് ചെക്കനോടോ അവരുടെ വീട്ടുകാരോടോ തുറന്നു പറയുന്നതാ. അതൊന്നും ശരിയാവില്ല. അത് നാണക്കേടാ. മാത്രമല്ല, അവർ ചോദിച്ച സ്ത്രീധനം കൊടുക്കാമെന്ന് ഞാൻ സമ്മതിക്കുകയും ചെയ്തതാ. ഇനി അത് മാറ്റി പറയുന്നത് അന്തസ്സിന് ചേർന്ന പരിപാടിയല്ല. ഏത് വിധേനയും പണം വാങ്ങിച്ചിട്ട് രത്നയുടെ കല്യാണം നടത്തണം. നിന്റെ തീരുമാനം ഇതാണെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാനാ? ശശിയേട്ടന് ഞാൻ പറഞ്ഞ തുക എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? നോക്കാടാ, പരിചയമുള്ള 1-2 ആളുകളുണ്ട്, അവരോട് ചോദിച്ചു നോക്കാം. ആ തുക കിട്ടിയാൽ ഒരു ഭാഗം ശരിയാവും. നമുക്ക് ശ്രമിക്കാം. എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. നീ ധൈര്യമായിട്ട് പോ. എന്തെങ്കിലും ഏർപ്പാടെന്നെ കിട്ടിയാൽ വിളിക്കാം. ശശിയേട്ടൻ എൻ്റെ കൂടെ കാണണം. ഞാനുണ്ട്, നീ ചെല്ല്. എന്നാ പോയിട്ട് വരാം. ഇതിപ്പോ രത്നയുടെ കല്യാണം കഴിയുമ്പോഴേക്കും ഗിരി കടത്തിൽ മുങ്ങുന്ന ലക്ഷണമാണല്ലോ. അത് പറഞ്ഞവന് മനസ്സിലാവണ്ടേ? എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്തു കൊടുക്കാം. അമ്മേ ദേവി മഹാമായേ, എന്റെ
കാര്യോർത്ത് ഏട്ടൻ പ്രയാസപ്പെടുന്നത് കാണുന്നില്ലേ? ഞാൻ ആഗ്രഹിച്ചത് എന്താണോ അത് നടന്നില്ലെങ്കിലും സാരമില്ല. ഏട്ടൻ വിഷമിക്കരുത്. ദേവിക്കറിയാലോ ഏട്ടന്റെ ഇഷ്ടം എന്താണോ അതാണ് എന്റെ ഇഷ്ടമെന്ന്. ഏട്ടന്റെ ആഗ്രഹം നടക്കട്ടെ. പക്ഷെ വലിയ സ്ത്രീധനം ചോദിച്ചു വരുന്നവര് ഏട്ടനെ വിഷമിപ്പിക്കുവാണ്. ഏട്ടൻ ഒരിക്കലും സങ്കടപ്പെടരുത്. അത് മാത്രം മതി എനിക്ക്. ദേവി, ഒരു ഡോക്ടർ ആവണമെന്ന് എൻ്റെ ആഗ്രഹം ദേവി എനിക്ക് സാധിച്ചു തന്നു. ഒരാശുപത്രി തുടങ്ങി പാവപ്പെട്ട കുട്ടികളെ ചികിത്സിക്കണമെന്ന് എൻ്റെ ആഗ്രഹത്തിന് അച്ഛനെതിരെ നിൽക്കുകയാണ്. എനിക്കിപ്പോൾ വിവാഹം വേണ്ട. അച്ഛൻ്റെ മനസ്സ് മാറ്റിത്തരണേ ദേവി. എൻ്റെ പ്രാർത്ഥന കേൾക്കണേ. രത്നെ, നീ എവിടെ ഉണ്ടായിരുന്നോ? പാറു, നീ എപ്പത്തി? ഞാൻ വന്നിട്ട് കുറച്ചേരായി. നിന്നോട് ഞാൻ ഇന്നലെ പലവട്ടം ചോദിച്ചതാ എനിക്ക് കല്യാണത്തിന് പൂർണ്ണ സമ്മതാണോ എന്ന്. പാറു, ഗിരിയേട്ടന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. നിന്റെ ഇഷ്ടം അതാദ്യം തുറന്നു പറയണം. പാറു, ഇതിനുള്ള മറുപടി ഇന്നലെ രാത്രി തന്നെ ഞാൻ തന്നതാ. നിനക്കത് വിശ്വാസമായില്ലേ? സത്യം പറയാലോ, എനിക്കത്ര വിശ്വാസം ആയില്ല. അതുകൊണ്ടല്ല ഞാൻ വീണ്ടും ചോദിക്കുന്നത്. ചേടാ, ഇത് വല്ലാത്ത കഷ്ടം തന്നെയാണല്ലോ. നീ ആരാ, CBI യോ? നിക്ക് നിക്ക്, പറയ്. നിന്റെ മനസ്സിലൊന്നുമില്ലേ? വേറെ ആരെങ്കിലും? ഒന്നുമില്ലെന്നേ. എന്തോ ഉണ്ട്. നീ അത് മനഃപൂർവ്വം ഒളിപ്പിക്കുക. ഈ പാറുവിന് ഇത് എന്തു പറ്റി? രത്നെ, എന്തുണ്ടെങ്കിലും നിനക്ക് എന്നോട് വിശ്വസിച്ച് തുറന്നു പറയാം. അതെ, നമ്മളിങ്ങനെ സംസാരിച്ചു നിന്നാലേ ഞാൻ സ്കൂളിലെത്താൻ ലേറ്റ് ആവും. ഞാൻ ചെല്ലട്ടെ. അതെ, നിക്ക്, ഞാനും വരുന്നെന്ന്. എന്നാ വാ. രത്നെ, നീ പറയാൻ മടിക്കുന്ന കാര്യം ഞാൻ കണ്ടുപിടിക്കും കേട്ടോ. ശരി ശരി. ഗിരിയേട്ടാ, എന്തെങ്കിലും ഒരു വഴി ദൈവം തുറന്നു തരും. എടാ, അങ്ങനെ വെറുതെ സമാധാനിച്ചിരിക്കാനൊന്നും പറ്റില്ല. ദിവസങ്ങൾ ഇങ്ങനെ ഓടിയങ്ങ് പോകും. പിന്നെ കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവരാവശ്യപ്പെട്ട സ്ത്രീധനം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അതൊക്കെ ഗിരിയേട്ടന് സാധിക്കും. ഗിരിയേട്ടൻ ധൈര്യമായിട്ടിരിക്കും.